ഹായ് ഫ്രം മോട്ടി ടോക്സ്. നാളെ ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. എന്താണ് ബലിപെരുന്നാൾ? എന്തിനാണ് ബലിപെരുന്നാൾ? അതിനു പിന്നിലൊരു ത്യാഗോജ്ജലമായ കഥയുണ്ട്. നമുക്ക് കഥ പറയാം. പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയ്ക്ക് വൈകിയാണ് ഒരു മകൻ ജനിക്കുന്നത്, ഇസ്മായിൽ നബി. അദ്ദേഹം വളർന്ന് 10 വയസ്സായപ്പോൾ ഇബ്രാഹിം നബിക്ക് ഒരു വെളിപാടുണ്ടായി. സ്വന്തം മകനെ അള്ളാഹുവിനു വേണ്ടി ബലി അർപ്പിക്കണം. അങ്ങനെ അദ്ദേഹം മനസ്സതിന് തയ്യാറെടുക്കുകയാണ്. എന്ത് പരീക്ഷണത്തിനും അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹം അത്രയും വിശ്വാസം അള്ളാഹുവിൽ അർപ്പിച്ചു. അദ്ദേഹം തീരുമാനിക്കുകയാണ് സ്വന്തം കുട്ടിയെ ബലി കൊടുക്കാൻ. അവനോട് പറഞ്ഞു, ബലി കൊടുക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അവന്റെ ചോദ്യം, അള്ളാഹു പറഞ്ഞിട്ടല്ലേ? അതെ, എങ്കിൽ ബലിയർത്തോളൂ. അതാണ് ഒരു മകൻ. ഉമ്മയോട് പറയുന്നു, മകനെ ബലി കൊടുക്കണമെന്ന് പറയുന്നു. അള്ളാഹു അല്ലേ പറഞ്ഞത്? ധൈര്യമായിട്ട് ബലി കൊടുത്തോളൂ, അവനെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവനെയും കൂട്ടി ഒരു മലമുകളിലേക്ക് പോയി. മുകളിൽ ചെന്ന് ആ കല്ലിൽ കിടത്തി വാള് കല്ലിൽ ഉരച്ച് അദ്ദേഹത്തെ ബലി കൊടുക്കാനായി. ഇസ്മായിൽ നബി പറഞ്ഞു, പെട്ടെന്ന് ബലി നൽകൂ, കാരണം എനിക്കവിടെ ആ സ്വർഗത്തിലെത്താൻ കൊതിയായി എന്ന് പറഞ്ഞു. അപ്പോ ഇബ്രാഹിം നബി കണ്ണ് നരയുന്നുണ്ട്, പക്ഷേ അദ്ദേഹം അതൊന്നും കാര്യമാക്കിയില്ല. വാളെടുത്തുയർത്തി വെട്ടാൻ നിന്നപ്പോൾ അവിടെ ഒരു ഇടിയൊച്ച കേൾക്കുകയാണ്. അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ നിന്നും ജിബ്രീൽ മാലാഖ വന്നിട്ട് പറഞ്ഞു, മനുഷ്യനെ അല്ല ബലി കൊടുക്കേണ്ടത്, നിങ്ങൾ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു ആടിനെ ജിബ്രീൽ അലൈഹിസ്സലാം സമ്മാനമായി കൊടുക്കുന്നു. ഈ ആടിനെ ബലി കൊടുക്കുക അള്ളാഹുവിന്റെ നാമത്തിൽ, എന്നിട്ട് നിങ്ങൾ ഈദ് ആഘോഷിക്കുക. അങ്ങനെ അവിടെ നിന്നും ആ ആടിനെ ബലി കൊടുത്ത് അവർ അള്ളാഹുവിന്റെ നാമത്തിൽ ബലി കൊടുക്കുന്നു. അതിനെ ഭക്ഷിച്ചുകൊണ്ട് അവർ ഈദ് ആഘോഷിക്കുന്നു. അതിന്റെ സ്മരണയ്ക്കായിട്ടാണ് നമ്മൾ മുസ്ലിം സഹോദരങ്ങളെല്ലാവരും ഈദ് ആഘോഷിക്കുന്നത്. ഏവർക്കും എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ.